നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളിൽ ബൈക്കിൽ മറ്റേ 10 ചെറുപ്പക്കാർ മുസ്ലിം മൊഹല്ലകൾ ഇരച്ചു കയറിയിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് ഭാരത് മാതാവുള്ള സ്നേഹം കൊണ്ടാണോ? ഒരിക്കലുമല്ല. അത് അവരെ ആലോചനപ്പെടുത്താനാണ്. സ്നേഹമില്ലാത്തവർക്ക് അങ്ങനെ തോന്നും. വീട്ടിൽ പോയി നിങ്ങളുടെ വീട്ടിൽ കയറി ഞാൻ വിളിക്കാം, അപ്പം മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിൽ സന്തോഷത്തോടെ സ്വീകരിക്കും, ചായം തരും. നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ വന്ന് വിളിക്കാം. അതുപോലെയാണ് മുഹർ അവിടെ ഉത്സവം നടക്കുമ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വിളിക്കുമ്പോൾ മനസ്സിലാവും. അല്ല, വിളിച്ചോ ഒരു കുഴപ്പമില്ല. ഭാരത് മാതാ കി ജയ് എന്നല്ലേ? അപ്പം തന്നെ സന്തോഷമായിരിക്കും. ഒരു 10-20 മിനിറ്റ് നിങ്ങൾ വിളിച്ചോളൂ. താങ്കൾ വിളിക്കുന്നതിലെ സന്തോഷം കൂടി ഞാൻ പ്രകടിപ്പിക്കും. എനിക്ക് വിളിക്കാൻ ഒരു പ്രശ്നമില്ല. നമ്മൾ നിങ്ങളൊക്കെ വിളിക്കുന്നതിന് മുമ്പേ വിളിച്ചിട്ടുള്ള ആളാണ്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇവിടുത്തെ പ്രശ്നം ഓരോ സ്ഥലത്തും കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളൊരു വലിയ ശ്രമം. ഭാരത മാതാവ് എന്ന് പറയുന്ന സങ്കല്പം അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി വന്ന ഒരു കൊടി, ഇന്ത്യയുടെ ദേശീയ കൊടി, അത് മാറുന്നു. അതിന് പകരം അത് കാവിക്കൊടി വരുന്നു. ഇവിടെയാണ് പ്രശ്നം. ഇവിടെയാണ് നമുക്കുള്ള തർക്കവും. അപ്പോൾ കുറച്ച് നാളായി ഹൈന്ദവ ചിഹ്നങ്ങൾ ഒളിച്ച് കടത്തി ഇവിടം വരെ കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിൻ്റെ ഭാഗമായി വേണം ഇവിടെ ട്രെയിനിൽ പാടിയ ഒരു പാട്ട് അത് ട്വീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായത്. ഞാൻ വീണ്ടും പറയുന്നു, കുട്ടികൾ അങ്ങനെ പാടിയതല്ല നമ്മുടെ മുമ്പിലെ വിഷയം. കുട്ടികൾ അങ്ങനെ പാടുമ്പോൾ അത് റെയിൽവേ ട്വീറ്റ് ചെയ്യുമ്പോൾ അത് RSS അവരുടെ ശാഖകളിൽ പാടുന്ന പാട്ടാണെന്ന് എല്ലാവരും പറയുമ്പോൾ അത് മനസ്സിലാക്കി വിഡ്രോ ചെയ്യുകയും അതിനുശേഷം വീണ്ടും എടുത്തിടുകയും ചെയ്യുകയാണ്.